വീട് വിട്ട് ഇറങ്ങിപ്പോണ്ട, തീരെ പോകാൻ പാടില്ല എന്നല്ല സാധാരണഗതി. തബറുജൽ ജാഹിലിയ്യത്ത് വേണ്ട പറഞ്ഞില്ല, അതേപോലെയുള്ള അഴിഞ്ഞാട്ടത്തിൽ നമ്മൾ പോരുതെന്ന് പറഞ്ഞു. ഇതാരോട് പറഞ്ഞു എന്നാണ് നമ്മളുടെ പ്രശ്നം. ഇതാരോട് പറഞ്ഞു, എന്തിനു പറഞ്ഞു, എന്ത് പശ്ചാത്തലത്തിൽ പറഞ്ഞു, ഇത് നമ്മൾ മനസ്സിലാക്കണം. സാമൂഹ്യ വിരുദ്ധർ അവിടെ ഉണ്ടെന്ന് ഖുർആൻ സൂചിപ്പിച്ചു. കൃത്യമായിട്ട് പറഞ്ഞു മറന്നു പറഞ്ഞ സാമൂഹ്യ വിരുദ്ധര. ഈ സാമൂഹ്യ വിരുദ്ധർ നിങ്ങളിലേക്ക് ലക്ഷ്യം വെച്ച് വന്നേക്കും. അതുകൊണ്ട് അവരോട് ആ നയത്തിലും മായത്തിലും സംസാരിച്ചിട്ട് വെറുതെ ആപത്തുണ്ടാക്കരുത്. മര്യാദക്കുള്ള സംസാരിച്ചോളൂ, അത്ര മതി. പിന്നെ പുറത്ത് വിട്ട് ഇറങ്ങി പോകുന്നല്ല. നിങ്ങൾ സ്ത്രീകളിൽ ഒരാളെ പോലെയുമല്ല. നിങ്ങൾക്കൊരു പ്രത്യേക ചുറ്റുപാടുണ്ട്, പ്രത്യേക പദവിയുണ്ട്. നിങ്ങളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഗൂഢാലോചന തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആരെ പോലെയും അല്ല എന്ന് അള്ളാഹു പ്രത്യേകം എടുത്തു പറയാൻ കാരണം. എന്നിട്ട് അതിന് ശേഷം പിന്നെന്ത് പറഞ്ഞു? ഇത് സ്ത്രീകൾ നബിന്റെ ഭാര്യമാരെ സംബന്ധിച്ച് പ്രത്യേകം പറഞ്ഞ ഒരു വിഷയമാണ്. ഇപ്പോൾ ഈ സൂറത്ത് അഹ്സാബ് 33-32 പറഞ്ഞ വിഷയമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് കൊണ്ടുപോയിട്ട് കലക്കി ഇവിടെ എത്തിച്ചു. മുസ്ലിം സ്ത്രീകൾക്ക് ആർക്കും പുറത്തിറങ്ങാൻ പാടില്ല എന്ന സിദ്ധാന്തത്തിലേക്ക് യാതൊരു മാറ്റി. മുസ്ലിം സ്ത്രീകളൊക്കെ വീട്ടിൽ അടങ്ങിയിരിക്കാൻ വേണം. അവർക്ക് ജോലിക്കും പോകാൻ പാടില്ല, മറ്റുള്ള ഭരണകാര്യത്തിലും ഇടപെടാൻ പാടില്ല, ഒന്നും പറയാനില്ലല്ലോ. ജോലിക്ക് പോലും പുറത്തു പോകാൻ പാടില്ല, വീട്ടിൽ അടങ്ങിയിരിക്കണം എന്നാണ് അള്ള പറഞ്ഞത്. കാരണം യോജിക്കുന്ന പറഞ്ഞ സ്ത്രീകളോട് അടങ്ങിയിരിക്കാൻ പറയാം. പക്ഷെ ഏത് സ്ത്രീകളിൽ നിന്ന് നോക്കിയാൽ ഏത് സ്ത്രീകളാ ഈ പറഞ്ഞ സ്ത്രീകൾ നബിന്റെ ഭാര്യമാരാണ്. പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞതാണെന്ന് അള്ളാഹുവോട് പറഞ്ഞു, പ്രത്യേകം വിളിച്ചെന്നെ പറഞ്ഞു. അപ്പൊ ആ പറയുന്ന കൂട്ടത്തിൽ വീട്ടിൽ അടങ്ങിയിരിക്കണം എന്ന നിർദ്ദേശം അള്ളാഹു പറഞ്ഞ അത് മുസ്ലിം സ്ത്രീകൾക്ക് ബാധകല്ല, നബിന്റെ ഭാര്യമാർക്ക് മാത്രം ബാധകമാണെന്ന് ആദ്യം പഠിക്കും. അത് പഠിക്കണം, പഠിക്കാതിരിക്കാൻ പറ്റൂല. കൂടുതൽ പറഞ്ഞതാണ് അത് പഠിക്കണം. അത് നബിന്റെ ഭാര്യമാരോടാണ് നിങ്ങളുടെ സ്ഥിതി വ്യത്യസ്തമാണ്, അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ അടങ്ങിയിരിക്കുന്ന വേണം എന്ന് എങ്ങനെ മൂടിപ്പതിച്ചിരിക്കാൻ പറഞ്ഞോട്ടെ. മൂടിപ്പോക്കാന്നും പറഞ്ഞിട്ടില്ലായിരിക്കട്ടെ. ഏതായാലും വീട്ടിൽ അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞത് ആരോട് എന്ന് ചോദിച്ചാൽ നബിന്റെ ഭാര്യമാരോട്. എന്തിന്? സാമൂഹ്യ വിരുദ്ധരെ ഭയപ്പെടേണ്ട കാലഘട്ടമായതുകൊണ്ട്. അങ്ങനെ എന്തെങ്കിലും അബദ്ധത്തിൽ പെട്ടുപോയാൽ അവർക്ക് ഇരട്ടി ശിക്ഷ ഉണ്ട്, നല്ല നിലവാരത്തിൽ ജീവിച്ചാലോ ഇരട്ടി കൂലിയുണ്ട് എന്നൊക്കെ നബിന്റെ ഭാര്യമാർക്ക് പ്രത്യേകമായിട്ട് അള്ളാഹു. അപ്പൊ ഖുർആനിൽ അങ്ങനെ പ്രത്യേക ചില നിയമങ്ങളുണ്ട്. പ്രത്യേകമായിട്ട് പറഞ്ഞാൽ പ്രത്യേകം തന്നെ, അങ്ങനെ ചോദ്യം ചെയ്യാനൊന്നുമില്ല. നബിക്ക് മഹറില്ലാതെ വിവാഹം കഴിക്കാന്നൊരു നിയമം ഖുർആനിലുണ്ട്. നബിക്ക് പ്രത്യേകം, അതേ പ്രത്യേകം നബിക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞ് നബിക്ക് പ്രത്യേകം തന്നെ. അതുപോലെ തഹജ്ജുദ് നമസ്കാരം നബിക്ക് മാത്രമേ പാടുള്ളൂ, അതെ ഖുർആനിലുണ്ട്. അവർ ഇല്ല, നബിക്ക് മാത്രം എന്ന് പ്രത്യേകം പറഞ്ഞു. അപ്പൊ പ്രത്യേകമായിട്ട് നബിക്ക് പറഞ്ഞത്, ഇപ്പൊ പ്രത്യേകമായിട്ട് നബിന്റെ ഭാര്യമാരോട് പറഞ്ഞത് ഇപ്പൊ നമുക്ക് കിട്ടും. ഭാര്യമാരോട് പ്രത്യേകമായിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഇനി അത് നമ്മളിലേക്ക് ബാധിക്കുന്നു നോക്കാം. മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് അല്ലാഹു എന്ന് പറഞ്ഞു, പൊതുവെ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് അല്ലാഹു എന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കാം. പൊതുവെ മുസ്ലിം സ്ത്രീകളെ പറ്റി പറഞ്ഞതാണ് കുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം. സത്യവിശ്വാസികളോട് പറയും യഗ്ദൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകൾ അല്പം, അതായത് അല്പം എന്ന് പറഞ്ഞാൽ ഈ അല്പം നിശ്ചയിക്കൽ എവിടെ നിന്ന്? മിൻ അബ്സാരിഹിം, യഗ്ദൂ അബ്സാറഹും അല്ല പറഞ്ഞു. യഗ്ദൂ അബ്സാറഹും എന്ന് പറഞ്ഞാൽ എല്ലാവരും പെണ്ണുങ്ങളെ കാണുമ്പോൾ തലതാഴ്ത്തി നിൽക്കുന്ന, അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ തന്നെ. പെണ്ണിനെ കണ്ടോ എല്ലാവരും തലതാഴ്ത്തണം. യഗ്ദൂ അബ്സാറഹും എന്ന് പറഞ്ഞാൽ അപ്പൊ അത് അള്ളാഹു പറയുന്നിടത്ത് പിന്നെ വൈകല്യം സംഭവിക്കൂലോ, പറയേണ്ട മാതിരി തന്നെ പറയുള്ളൂ. യഗ്ദൂ മിൻ അബ്സാരിഹിം, അവരുടെ കാഴ്ചകൾ ചിലത് തുറിച്ചോട്ടുണ്ട്, ആ ചിലയിടത്തൊക്കെ ഒന്ന് താഴ്ച പിടിച്ചു. അതായത് അവിടെ അവള് ഏതോ സ്ത്രീകൾ അവരേതോ അലങ്കാരത്തോടു കൂടി ആകർഷിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകർഷിക്കാൻ വേണ്ടിയാണ് നോക്കണ്ട. അത്തരത്തിലുള്ള ഒരു വൈകാരിക ബന്ധം, ഒരു പ്രകടനമാണ്, ഒരു ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടിയാണ്, അതിന് ലക്ഷ്യം വെച്ചിട്ടാണ് സ്ത്രീകൾ ഇറങ്ങി നടക്കുന്നതെങ്കിൽ അങ്ങോട്ട് വല്ലാതെ കണ്ണ് വെച്ച് നോക്കണ്ട. അപ്പൊ ഒന്ന് കണ്ണ് താഴ്ച പിടിച്ചാൽ. അപ്പൊ എല്ലാ സമയത്തൊന്നല്ല, സാർവത്രികമായിട്ടൊന്നല്ല, എപ്പോഴും എന്നല്ല, ഇത്തരത്തിലുള്ള അവിഹിത ബന്ധത്തിലേക്ക് വഴിവെക്കാൻ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രകടനവും ആ നൃത്തും എന്ന് കണ്ടാൽ അവിടെ അതാണ് മിൻ അബ്സാരി. ചില സന്ദർഭത്തിൽ ഞാൻ കണ്ടപ്പോൾ താഴ്ച പിടിച്ചു എന്തിന് അവിടെ തന്നെ ഉടനെ പറഞ്ഞെന്താ, അങ്ങനെ അവരുടെ മുഖ്യസ്ഥാനങ്ങളൊക്കെ സൂക്ഷിക്കുക. അതായത് കണ്ടിട്ട് പ്ലാനിട്ടിട്ട് അങ്ങനെ പോകാനുള്ള അതിനൊന്നും കണ്ട പ്ലാനും പരിപാടിയൊന്നും വേണ്ട. ആളെ കാണാൻ മര്യാദക്ക് കാണാം, അതിന് വിരോധമില്ല. പക്ഷെ അതിന്റെ അപ്പുറമുള്ള പ്ലാനും പരിപാടിക്കുമായിട്ട് പുരുഷന്മാരും പോകണ്ട സ്ത്രീകളും പോകണ്ടെന്ന് പറഞ്ഞത് ചുരുക്കം. അപ്പൊ അതിൽ ആരും പറഞ്ഞു
പുരുഷന്മാരോട് പറഞ്ഞു കൊല്ലിൽ മോമിനിന് യൗലൂബ് എന്റെ സാധ്യം കൊല്ലിൽ മോമിനാത്തി